ഇമാജിൻ, നിങ്ങൾ ജനിച്ചത് 1824 നിങ്ങളുടെ ചൈൽഡ്ഹുഡ് 8 വയസ്സിൽ തന്നെ തീരാണ്. കാരണം 8 വയസ്സ് മുതൽ നിങ്ങൾക്ക് ദിവസേന 14 മണിക്കൂർ നേരം വളരെ ഡേഞ്ചറസ് ആൻഡ് ഡേർട്ടി ആയിട്ടുള്ള ഫാക്ടറിയിൽ ജോലി ചെയ്യേണ്ടി വരികയാണ്, ഒന്ന് ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഫോണില്ല, സ്കൂളില്ല, ആഗ്രഹങ്ങളില്ല, സ്വപ്നങ്ങളില്ല, ജസ്റ്റ് സർവൈവൽ. ഇമാജിൻ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള വായു ശ്വസിച്ച് നിങ്ങൾ ചുമയ്ക്കുകയാണ്, പക്ഷേ മരുന്നില്ല, ഒരു ഡോക്ടർ പോലുമില്ല. ഇമാജിൻ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വീടിൻ്റെ ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ മാത്രം ജീവിച്ച് തീർക്കുകയാണ്. കാരണം ട്രാവലിംഗ് പോലും ഒരു ലക്ഷറി ലൈഫാണ്. ഇതായിരുന്നു കോടിക്കണക്കിന് ആളുകളുടെ ഒരു നോർമൽ ലൈഫ്. ആൻഡ് ഇവിടെ നിങ്ങളിതാ ഹ്യൂമാനിറ്റിയുടെ ഒരു ഗോൾഡൻ ഏജിൽ ജനിച്ചു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ചുറ്റുമുണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുകയാണ്, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, ഞാനെന്താ ഇങ്ങനെ ഒരു നിർഭാഗ്യവാനായത് എന്നൊക്കെ. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ ജീവിതം നമുക്ക് തനിയെ എല്ലാം തരണം എന്നാണ്. വി ലിവ് ലൈക്ക് ലൈഫ് ഓവ്സ് എസ് സംതിങ്. രാവിലെ കുഴപ്പമൊന്നുമില്ലാതെ എഴുന്നേൽക്കുക, സുഖമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുക, കാണാൻ കഴിയുക, ചിരിക്കാൻ കഴിയുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടും ആൻഡ് വെറുതെ കിട്ടുന്ന പോലെയൊക്കെയാണ് പലരും ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട്. നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും ഒരു ലോട്ടറി ടിക്കറ്റ് വിൻ ചെയ്യുന്ന പോലെയാണ്. കുടിക്കാൻ നല്ലൊരു ഗ്ലാസ് വെള്ളം കിട്ടുന്നത് ഇന്നും പലരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരു സ്ഥലവുമുണ്ട്, പേടിയില്ലാതെ ഉറങ്ങാനും കഴിയുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഇന്നത്തെ കാലത്ത് പലരും സ്ട്രഗിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ടപ്പോൾ ലൈക്ക് കുറഞ്ഞു പോയി, വീഡിയോ കാണുമ്പോൾ ബഫറിങ് ആണ്, ഒരു പാർട്ടിക്ക് പോയി ബട്ട് അത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ പറ്റിയില്ല, അപ്പോൾ എന്തോ മിസ് ഔട്ട് ആയ പോലെ തോന്നുന്നു. We cry over delays. We rage over minor inconveniences. We drown ourselves in self-pity. പക്ഷേ ഇപ്പോഴും ഈ നിമിഷവും ചില കുട്ടികൾ ഗാർബേജിൽ കൈയിട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇത് പറയുന്നത് ഇപ്പോഴത്തെ കാലമാണ്, ഹിസ്റ്ററിയിലുള്ള കാര്യങ്ങളല്ല, ഒരു സാഡ് മൂവിയിലുള്ള കാര്യങ്ങളല്ല, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. ആൻഡ് എന്നിട്ടും നമ്മളിവിടെ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ലേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും അതിനുവേണ്ടി ഒരാക്ഷൻ പോലും എടുക്കാതെ. ഒന്ന് കണ്ണടയ്ക്കാം, എന്നിട്ട് ഞാൻ പറയുന്നത് ഒന്ന് ഇമാജിൻ ചെയ്യാം. വർഷം 1542, ഒരു ചെറിയ ഗ്രാമം, അവിടെ ഒരു ചെറിയ പെൺകുട്ടി. ആ കുട്ടിക്ക് വായിക്കാനും പഠിക്കാനുമൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, ബട്ട് അനുവാദമില്ല. അവളുടെ ഫുൾ ലൈഫും തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണ്. ഇമാജിൻ, വർഷം 1916, വേൾഡ് വാർ ഫസ്റ്റ് നടക്കുന്ന യുദ്ധഭൂമിയിൽ ഒരു 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പട്ടാളക്കാരൻ ചോരയിലും ചെളിയിലും കുളിച്ച് കിടക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കുടുംബത്തെ ഇനി ഒരിക്കൽ പോലും കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത്. ഇമാജിൻ, വർഷം 1348, ഒരു കർഷകൻ തൻ്റെ ഗ്രാമം മുഴുവൻ പ്ലാഗ് കാരണം മരിച്ചുകൊണ്ടിരിക്കുന്നത് കാണേണ്ടി വരികയാണ്. ഹെൽപ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ്. ഇത് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ഒന്നുമല്ല, ഇതൊക്കെ റിയൽ ആയിട്ടുള്ളവർ തന്നെയാണ്. പീപ്പിൾ ഹു ലവ്ഡ്, ഫിയർഡ്, ലോഫ്ഡ്, ക്രൈഡ് ജസ്റ്റ് ലൈക്ക് യു. ആൻഡ് അവർക്കാർക്കും നിങ്ങൾക്ക് ഇന്നുള്ള അത്ര ഫ്രീഡം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് അവരന്ന് പ്രാർത്ഥിച്ചൊരു ജീവിതമാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് അവർ കശാപ്പ് ചെയ്യപ്പെട്ടത്. പക്ഷേ എന്നിട്ടും യു ഹെസിറ്റേറ്റ്, യു പ്രോക്രാസ്റ്റിനേറ്റ്. നിങ്ങൾക്ക് ഏതു നേരവും പരാതിയും പരിഭവങ്ങളും മാത്രമാണ്. മറ്റൊരാളുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്തരമാണ് നിങ്ങളുടെ ജീവിതം. ഡോണ്ട് യു ഡെയർ വേസ്റ്റ് ഇറ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജേണൽ എൻട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഇറ്റ്സ് എ ബാറ്റിൽ. നിങ്ങൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേ ദിവസം കിടന്നുറങ്ങിയ എല്ലാവരും നിങ്ങളോടൊപ്പം എഴുന്നേറ്റിട്ടുണ്ടാവില്ല. പലരുടെയും ജീവിതം അവസാനിച്ചിട്ടുണ്ടാവും. സോ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടാണ്. ബൈ ബിൽഡിങ് യുവർ ബോഡി, യുവർ മൈൻഡ്, യുവർ സോൾ ഇൻ ടു സംതിങ് പവർഫുൾ. നിങ്ങളുടെ പെയിൻ പേർപ്പസ് ആകണം. വളരെ നന്നായിട്ട് ജീവിക്കുക. കാരണം അത് കാണുമ്പോൾ അതിന് ചാൻസ് കിട്ടാതെ പോയവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നണം. Think about it. All those days you wasted doubting yourself. All those talents you buried out of fear. നിങ്ങൾ ചുമ്മാ ഗിവ് അപ്പ് ചെയ്ത നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ വേറൊരാൾ ഒരുപാട് ശ്രമിച്ചിട്ടും നേടാൻ കഴിയാതെ അത് നിങ്ങളിൽ പ്ലാൻ ചെയ്തതാണെങ്കിലോ, അവരുടെ പ്രതീക്ഷയും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. സോ ഒരു പെർഫെക്റ്റ് ലൈഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. എല്ലാം റെഡി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ച സമ്മാനങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക. You have time, you have freedom, you have life. You already have the life people died for. Now go earn it. Live so loud, love so deeply, fight so hard. So that നിങ്ങൾക്ക് ഇന്ന് ലഭിച്ച സൗഭാഗ്യങ്ങളൊന്നും കിട്ടാതെ പോയ മറ്റുള്ളവർക്ക്
നിങ്ങളിലൂടെ പീസ്ഫുള്ളി റെസ്റ്റ് ചെയ്യാം. ഹാവ് എ വണ്ടർഫുൾ ഡേ.